റഷ്യയിൽ പുതിയതായിട്ട് ക്യാൻസർ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. അപ്പൊ ക്യാൻസറിന് അങ്ങനെ ഒരു വാക്സിൻ സാധ്യമാണോ? അത് റഷ്യയിലെ വാക്സിനെ കുറിച്ച് ഒരു ഐഡിയ കുറവായതുകൊണ്ടാണ് അവര് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്സിൻ തെറാപ്യൂട്ടിക് വാക്സിൻ ആണ്. വാക്സിൻ എന്ന് നമ്മളിപ്പോ സാധാരണ നമ്മൾ ഒരാൾ കേൾക്കുമ്പോൾ വാക്സിൻ എന്ന് പറയുമ്പോൾ അസുഖം വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ചികിത്സയാണ് നമ്മൾ വാക്സിൻ നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ക്യാൻസറിന്റെ ഫീൽഡിലേക്ക് വരുമ്പോൾ 2 തരം വാക്സിൻ ഉണ്ട്. നമ്മളൊന്ന് ഈ പ്രിവെന്റീവ് വാക്സിൻ, നമ്മൾ സാധാരണ നമ്മുടെ മറ്റ് അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എടുക്കുന്ന പോലെ പ്രിവെന്റീവ് വാക്സിൻ. പിന്നെ രണ്ടാമത്തേതാണ് തെറാപ്യൂട്ടിക് വാക്സിൻ. ഇനി റഷ്യയുടെ കാര്യം പറയുമ്പോഴാണ് ഈ തെറാപ്യൂട്ടിക് വാക്സിൻ ആണ് ഇവിടെ വരുന്നത്. ഈ തെറാപ്യൂട്ടിക് വാക്സിൻ എന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ തന്നെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻസർ സെൽസിന് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ അത് ഓരോ ഇൻഡിവിജ്വൽ ക്യാൻസറിന് വേണ്ടിയുള്ളതാണ് ഈ റിസർച്ച്, ഈ തെറാപ്യൂട്ടിക് വാക്സിൻ. റഷ്യയുടെ ഒരു വാക്സിൻ വരണമെങ്കിൽ നമുക്ക് phase 1, phase 2, phase 3 അങ്ങനെ വിവിധ ഘട്ടങ്ങൾ കടന്നു വേണം വരാനായിട്ട്. അപ്പോൾ അവരൊരു സെന്റൻസ് ഉപയോഗിച്ചു, ക്യാൻ ബി പെർമിറ്റഡ് ടു യൂസ് ഇൻ ക്ലിനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബിൽ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഇനി മനുഷ്യരിൽ പരീക്ഷണത്തിൽ ഉപയോഗിക്കാവുന്നേ അർത്ഥമുള്ളൂ. നമ്മുടെ ആൾക്കാർ വിചാരിച്ചു അത് ക്ലിനിക്കിൽ എല്ലാവർക്കും കൊടുക്കാന്നുള്ളതാണ്. അതുകൊണ്ട് അതുവരെ phase 1 കഴിഞ്ഞു. പിന്നെ ഇതിന്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ phase 2, phase 3 എത്തി നിൽക്കുന്ന ക്യാൻസർ വാക്സിൻസ് ഉണ്ട്. അപ്പോൾ ഒരു സമീപ ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന്, ഏത് രാജ്യമായാലും നമുക്ക് പ്രശ്നമില്ല, ഒരു നല്ല വാക്സിൻ വരട്ടെ.